ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് ഉള്ള ഒരു ഫേമസ് പോയമാണ്. എഴുതിയത് റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ എക്സാം ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സിന് വേണ്ടി എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ടാവും. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഈ പോയത്തിൻ്റെ സമ്മറി ഒന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ പോയം. Two roads diverged in a yellow wood, and sorry I could not travel both. അപ്പോൾ ഈ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ റോഡിനെ കുറിച്ച് എന്തോ ഒന്നാണ്. അപ്പോൾ ഇമാജിൻ ദ സിറ്റുവേഷൻ. നിങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് രണ്ടായി വേർതിരിഞ്ഞു. ഏത് റോഡ് യൂസ് ചെയ്യും? റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ? അതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ അതാണ് ഓഥർ നേരിടുന്ന ഒരു പ്രോബ്ലം. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ യെല്ലോ വുഡ്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് രണ്ടായിട്ട് വേർതിരിഞ്ഞു. യെല്ലോ എന്ന് സിംബോളിക്കാണ്. ഇപ്പോൾ ഈ വിൻ്റർ സീസണിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിലത്ത് കിടക്കുന്നുണ്ടാവും. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കാട് ഫുള്ള് ഒരു യെല്ലോയിഷ് കളറായിട്ടാണ് തോന്നുക. വുഡ് എന്നിവിടെ പറയുന്നത് ഫോറസ്റ്റ് എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. ഒരു യാത്രക്കാരനെ കൊണ്ട് ഒരേ സമയത്ത് രണ്ട് വഴിയിലും ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത് ആൻഡ് ബി വൺ ട്രാവലർ. അപ്പോൾ ഒരേ സമയത്ത് ഒരു ട്രാവലറെ കൊണ്ട് രണ്ട് റോഡിലും സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വഴി ചൂസ് ചെയ്യണം. അപ്പോൾ എന്താ ഇവിടെ പ്ലാൻ വെച്ചാൽ, രണ്ട് വഴികളും ഒന്ന് സൂക്ഷിച്ച് നോക്കുക. രണ്ട് റോഡും അപ്പിയറൻസ് എങ്ങനെയാണ്? ഈ റോഡിൽ കയറിക്കഴിഞ്ഞാൽ അത് എവിടെ എത്തും? അതാണ്. ഇനി രണ്ട് റോഡിനെയും ഒന്ന് സൂക്ഷിച്ച് നോക്കുക എന്നാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ലോങ് ഐ സ്റ്റുഡ് ആൻഡ് ലുക്ക്ഡ് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ്. അപ്പോൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ലോങ് ഐ സ്റ്റുഡ്, എത്ര നേരം എന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? ആൻഡ് ലുക്ക് ഡൗൺ വൺ, ഇവിടെ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറലി റോഡ് 1 റോഡ് 2 എന്ന് നെയിം ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റോഡ് സെക്കൻഡ് റോഡ് എന്ന്. ഇവിടെ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഫസ്റ്റ് റോഡ്. എത്ര ദൂരം ഈ റോഡ് എത്തുന്നുണ്ട്, എവിടെ വരെ പോകുന്നുണ്ട് എന്ന് നോക്കാൻ കഴിയുന്നവരേക്കും ഒന്ന് നോക്കാം. ടു വേർ ഇറ്റ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത്. ഈ ഫസ്റ്റ് റോഡ് എവിടെ വരയ്ക്കാണ് എത്തിയത്, വളയുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്ന അതുവരയ്ക്കും ഒന്ന് നോക്കി. ദെൻ ടുക്ക് ദ അതർ. സോ ഇൻ ദ നെക്സ്റ്റ് ആൻസർ അടുത്ത റോഡിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ടുക്ക് ദ അതർ. ദ അതർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ സെക്കൻഡ് റോഡ്. കഴിഞ്ഞ പാരയിൽ നമ്മൾ ഫസ്റ്റ് റോഡിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പോൾ ദെൻ ടുക്ക് ദ അതർ. ഇവിടെ ടുക്ക് എന്ന് പറയുന്നതും നോക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റോഡിനെ പറ്റി പറയുന്നത് ആസ് ജസ്റ്റ് ആസ് ഫെയർ. ഫെയർ മീൻസ് ബ്യൂട്ടിഫുൾ. ആസ് ജസ്റ്റ് ആസ് ഫെയർ, എങ്ങനെ നോക്കുമ്പോഴും ഭംഗിയുണ്ട്. ഫസ്റ്റ് വണ്ണിനെ കമ്പയർ ചെയ്താൽ സെക്കൻഡ് റോഡ് കാണാൻ ഭംഗിയുണ്ട്. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലെയിം. ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റീസൺ ആണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒന്ന് ഇത്ര ഭംഗി, എന്തുകൊണ്ടാണ് ഇനി ഒന്ന് ഭംഗിയില്ലാത്തത് എന്നുള്ളതിൻ്റെ റീസൺ ആണ് ഇപ്പോൾ പറയുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി. ഗ്രാസി മീൻസ് വാട്ട്? കവേർഡ് വിത്ത് ഗ്രാസ്. പുല്ല്
കവർ ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ അറ്റ് എ സൈറ്റ് പ്ലെയിനായിട്ട് മണ്ണും കല്ലും മാത്രം നിറഞ്ഞ റോഡും പുല്ലും കൊണ്ട് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നതിനും കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് റോഡിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? ഇറ്റ് വാസ് ഗ്രാസി. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് റോഡ് നല്ല ഭംഗിയാണെന്ന്. ആൻഡ് വാണ്ടഡ് വിയർ. ആൻഡ് വാണ്ടഡ് വിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ബൈ എനി വൺ. ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് റോഡ് ഭംഗിയില്ലാത്തത്? സോ we can understand that it is being used by all. So the first road is being used by all. ഫസ്റ്റ് റോഡ് എല്ലാവരും ഉപയോഗിക്കുന്ന റോഡാണെന്നും സെക്കൻഡ് റോഡ് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഭംഗിയായി കാണുന്നത്. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ യൂഷ്വൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫങ്ഷണൽ യൂസിന് വേണ്ടി നമ്മൾ ഡ്രസ്സുകൾ കുറച്ച് എടുക്കുന്നത് മാറ്റി വയ്ക്കും. അത് ഡെയിലി യൂസ് ചെയ്യാറില്ല. അതേ സമയത്ത് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പറഞ്ഞാൽ എത്ര തവണ അത് യൂസ് ചെയ്യുന്നോ അത്രയും അതിൻ്റെ ഭംഗി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ചില ഡ്രസ്സുകൾ ഫങ്ഷണൽ യൂസിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ഭംഗിയായിട്ട് കാണുന്നത്. അതേ തന്നെയാണ് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് റോഡും ഫസ്റ്റ് റോഡും തമ്മിൽ എന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് പറയുക. ഫസ്റ്റ് റോഡ് എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന റോഡായതുകൊണ്ട് അത് വൃത്തിയുണ്ടാവില്ല, ഭംഗിയില്ല. എന്നാൽ സെക്കൻഡ് റോഡ് ഫുൾ ഗ്രാസി ആയിട്ട്, അതായത് പുല്ല് കവർ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആരും ആ വഴി ഉപയോഗിക്കുന്നില്ല. ദോ ആസ് ഫോർ ദാറ്റ്, ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോഡിൽ നിന്നിട്ടാണ് ആ റോഡ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോഡ് എന്തുകൊണ്ടാണ് ഭംഗിയില്ലാത്തതെന്നാണ് ഇവിടെ പറയുന്നത്. ദ പാസിംഗ് ദർ. ദ പാസിംഗ് ദർ മീൻസ്, ഇതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഓൾ. അപ്പോൾ ആ റോഡ് എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് ഭംഗിയില്ലാത്തത്. ഹാഡ് വോൺ ദം റിയലി അബൌട്ട് ദ സെയിം. അപ്പോൾ ഫസ്റ്റ് റോഡ് ആക്ച്വലി സെക്കൻഡ് റോഡിനെ പോലെ ഭംഗിയാവാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് അത്ര ഭംഗിയില്ലാത്തത്? അത് ഉപയോഗിക്കുന്നത് കൊണ്ടും ഈ സെക്കൻഡ് റോഡ് ആരും ഉപയോഗിക്കാത്തത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെ ഈ വ്യത്യാസം കാണുന്നത്. ഇനി തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് രണ്ട് റോഡിൻ്റെയും കണ്ടീഷൻ എന്തായിരിക്കും എന്നാണ്. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ. ഇനി പുലർച്ചയ്ക്ക് എന്ന് നോക്കുമ്പോൾ രണ്ട് റോഡും ഒരേപോലെയാണ്. അതാണ് ഈക്വലി ലേ. ഒരേപോലെ ആണ് രണ്ടും കാണാൻ. ദാറ്റ് മീൻസ് രാവിലെ നേരത്തെ ആരും ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് റോഡും ഭംഗി തന്നെയാണ്. ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. ഇലകളൊക്കെ രാവിലെ നേരത്തെ നോക്കുമ്പോൾ രണ്ട് റോഡിലും പച്ചപ്പുണ്ടാവും. ആരും, ട്രോഡൻ മീൻസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ട്രെഡ്, ചവിട്ടുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ്. ആരും ചവിട്ടിയിട്ടില്ല. ബ്ലാക്ക് എന്നിവിടെ പറയുന്നത് ചവിട്ടുമ്പോൾ ഉണ്ടാവുന്ന അഴുക്കിനെയാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈനിൽ എന്താ വെളിപ്പെടുത്തിയിരിക്കുന്നത്? രണ്ട് റോഡിൻ്റെയും ശരിക്കത്തെ കണ്ടീഷൻ രാവിലെ നേരത്തെ എങ്ങനെ ഉണ്ടാവുന്നതാണ്. ഇവിടെ എന്താ വെച്ചാൽ ഫസ്റ്റ് റോഡ് അത്ര ഭംഗിയില്ല എന്നും സെക്കൻഡ് റോഡ് മാത്രമാ ഭംഗിയെന്നൊന്നും എടുത്തു പറയുന്നില്ല. പകരം രണ്ട് റോഡും നല്ലതാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം വെച്ച് നോക്കുമ്പോൾ രണ്ട് റോഡിൻ്റെയും കണ്ടീഷൻ എന്താ? വെളിയിൽ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, അപ്പിയറൻസ് എങ്ങനെയാണെന്ന് മാത്രമാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഇത്ര നേരം പറയുന്നത്. ഇനി ഡിസിഷൻ അറിയണ്ടേ? എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ട്രാവലർ ടു ട്രാവൽ ഓൺ ബോത്ത് ദ റോഡ്സ്. അപ്പോൾ ഒരേ സമയത്ത് ഒരു ട്രാവലറെ കൊണ്ട് രണ്ട് റോഡും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി തീരുമാനം എന്താണെന്ന് പറയണം.
ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് വൺ ഫോർ അനദർ ഡേ. അപ്പോൾ ഫസ്റ്റ് റോഡ് പിന്നെ ഒരിക്കലാവാം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവർ ഏത് റോഡിനെയാണ് തീരുമാനിച്ചത്? ദ സെക്കൻഡ് വൺ. അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് റോഡ് പിന്നെ ഒരിക്കലാവാ പറയുന്നത്? അതിൻ്റെ റീസൺ ഇനി അടുത്തതിൽ പറയാൻ പോകുന്നു. യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. ഇവിടെയാണ് റീസൺ പറയുന്നത്. ഇപ്പോൾ പോകുന്ന വഴി ശരിയാണെന്നുള്ള വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. ഈ റോട്ടിലിപ്പോൾ ഞാൻ പോകുന്നു, എപ്പോഴാണ് തിരിച്ചു വരേണ്ട സാഹചര്യം വരിക? നമ്മുടെ വഴി തെറ്റിയെന്ന് അറിയുമ്പോൾ നമ്മൾ തിരിച്ചു വരിക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഐ കെപ്റ്റ് ദ ഫസ്റ്റ് വൺ ഫോർ അനദർ ഡേ. ഞാൻ ഫസ്റ്റ് റോഡ് പിന്നെ ഒരിക്കലാവാം എന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. ഇനി കൺക്ലൂഷനിൽ പറയുന്നത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇവർ മനസ്സിൽ കാണുന്നത് ഇപ്പോൾ ഈ സഞ്ചാരത്തെക്കുറിച്ച്. ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ. സം വർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ്. അപ്പോൾ ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഐ ഷാൽ ബി ടെല്ലിങ്, ഞാൻ പറയുമായിരിക്കും ഭാവിയിൽ. സം വർ ഏജസ് ആൻഡ് ഏജസ്, വർഷങ്ങൾ കഴിയുമ്പോൾ എവിടുന്നെങ്കിൽ ഇരുന്ന്. വിത്ത് എ സൈ മീൻസ് റെഗ്രറ്റ് ആണ്, ഒരു സങ്കടം. അപ്പോൾ ഭാവിയിൽ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് ചിലപ്പോൾ സങ്കടത്തോടെ പറയും. ഇറ്റ് ഷാൽ ബി മീൻസ് ഹി ഈസ് നോട്ട് ഷുവർ ഓഫ് ഹിസ് ഡിസിഷൻ നൗ. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ്. അപ്പോൾ ഭാവിയിൽ പറയുമായിരിക്കും ചിലപ്പോൾ സങ്കടത്തോടെ, പണ്ട് എൻ്റെ കൺമുന്നിൽ 2 റോഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. ഇവിടെ ടുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവൽഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ തീരുമാനിച്ചത് ഏതിനെയാണ്? ദ ലെസ് ട്രാവൽഡ് ബൈ. ആരും അധികവും ഉപയോഗിക്കാത്ത റോഡിനെയാണ് ഞാൻ തീരുമാനിച്ചത് എന്നും. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ഇന്ന് കാണുന്ന എല്ലാ വ്യത്യാസത്തിനും കാരണം എൻ്റെ അന്നത്തെ തീരുമാനമാണെന്ന്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഈ റോഡ് എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു സ്റ്റേജ് എത്തും, ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനം. ആ തീരുമാനം അത്ര കറക്റ്റാണോ അതോ ദുഃഖമാണോ പിന്നീട് തന്നതെന്നുള്ളത് ഫ്യൂച്ചറിലാണ് അറിയുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയണമെങ്കിൽ, നമ്മളൊക്കെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഈ ഹ്യൂമാനിറ്റീസ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ കൊമേഴ്സ്, ഇങ്ങനെ പല ഗ്രൂപ്പ് തീരുമാനിക്കണം. നമ്മളപ്പോൾ ഇഷ്ടമുള്ളത് പെട്ടെന്ന് എടുക്കണു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ആവാൻ പറ്റില്ല. ഇതൊക്കെ ആലോചിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഭാവി കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇപ്പോഴല്ല, പക്ഷേ എപ്പോൾ അറിയും? ഇൻ ഫ്യൂച്ചർ, ഭാവിയിലാണ് അറിയുക. അതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ട് റോബർട്ട് ഫ്രോസ്റ്റ് ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു സമയം വരും, ആലോചിച്ച് തീരുമാനിക്കേണ്ട സമയം. ആ ഒരു തീരുമാനമാണ് ഭാവിയിൽ നമ്മളുടെ ലൈഫിനെ അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ തീരുമാനം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഈ റോഡ് എന്നുള്ളത് ഒരു ഇമാജിനറിയാണ്. 2 റോഡ് വന്നു, അതിൽ ഏത് റോഡ് വേണം എന്ന് തീരുമാനിക്കുന്നത് ആലോചിച്ച് വേണം തീരുമാനിക്കുക. അതിൽ പറയുന്നുണ്ട്, അഥവാ വഴി തെറ്റിയാൽ ഞാൻ തിരിച്ചു വരേണ്ടി വരുമെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഭാവിയിൽ നമ്മുടെ ലൈഫ് എങ്ങനെ വേണം, സന്തോഷമായിട്ടോ അതോ ദുഃഖമോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ട സമയത്ത്
ആലോചിച്ച് വേണം തീരുമാനിക്കാൻ എന്നുള്ളതാണ് ഈ ഒരു ചെറിയ പോയത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് വെളിപ്പെടുത്തുന്നത്. സോ താങ്ക് യു.